വാർത്തകൾ തുടരുകയാണ്. റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടു. കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപാണ് മരിച്ചത്. മലയാളി അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇപ്പോൾ മോർച്ചറിയിലാണ് ബോഡി സൂക്ഷിച്ചേക്കുന്നത്. ഇതിപ്പോൾ 2 ദിവസം മിലിറ്ററി അവിടെ ഓഫീസ് മുടക്കാണ്. അപ്പോൾ അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൺഫർമേഷൻ ലെറ്ററിന് വേണ്ടിയിട്ട്. പക്ഷെ ഫോട്ടോ അവർക്ക് എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ കൺഫർമേഷൻ ലെറ്റർ ഔദ്യോഗികമായിട്ടുള്ളത് നാളെ രാവിലെ സ്ഥിരീകരിച്ചിട്ട് അവർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വാട്സപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കളക്ടറെ ബന്ധപ്പെടാനാണ് അവരവിടെ നിന്ന് അറിയിച്ചേക്കുന്നത്. പക്ഷെ കളക്ടറെ ഓൾറെഡി നമ്മൾ പഞ്ചായത്ത് അധികൃതമായിട്ട് ബന്ധപ്പെട്ട് കളക്ടറെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളക്ടർ അതിൻ്റെ പേപ്പറുകൾ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വാട്സപ്പ് സന്ദേശം പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാൻ മിസ്സിംഗ് എന്നുള്ള രീതിയിൽ എംബസി വഴിയും അല്ല നോർക്ക് വഴിയും നമ്മൾ അന്വേഷണം തുടങ്ങിയിരുന്നു. അതുവഴി എംബസിയിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചന്വേഷണം വന്നു. പക്ഷെ ഇപ്പം മരിച്ചു എന്നുള്ളത് കൺഫർമേഷനായി. അപ്പോൾ എംബസി ബോഡി കൊണ്ടുവരാനായിട്ട് നമ്മൾ കേന്ദ്രമന്ത്രിമാരായിട്ടും MP ആയിട്ടും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. MLA ആയിട്ട് ബന്ധപ്പെട്ട് നോർക്ക് വഴി മുഖ്യമന്ത്രിയായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവർ. അല്ല, അത് പലതും പറയുന്നുണ്ട്, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നിടത്തും ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്നിടത്ത് ഡ്രോൺ ആക്രമണം സംഭവിച്ചാന്നും അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തിട്ടില്ല. 12 പേര് ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞവര്. അതില് ബോഡി കിട്ടാൻ ഇത്തിരി വൈകി, എന്നാലും കിട്ടിയിട്ടുണ്ട്. ചിലരുടെ കിട്ടിയിട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ സന്ദീപിന്റെ കിട്ടി മോർച്ചറിയിലാണെന്നാണ് പറഞ്ഞത്. തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് നാളെയാണ് അതിൻ്റെ ഇത് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് കൺഫർമേഷൻ സൈന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ളത് നാളെ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എപ്പോഴാണ് ഈ ഒരു മരണവാർത്ത നാട്ടിൽ എത്തിയത്? എങ്ങനെയാണ് അത് അറിയിച്ചത്? മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ടോ? ഫിജി തൃശൂർ കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ 36 വയസ്സുള്ള സന്ദീപാണ് ഇത്തരത്തിൽ റഷ്യയിലുണ്ടായ ഉക്രൈന്റെ ഈ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള യാതൊരു സ്ഥിരീകരണവും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പക്ഷേ റഷ്യൻ മലയാളി സംഘടനകളാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു, മൃതദേഹം റഷ്യയിലെ മോർച്ചറിയിലുണ്ട് എന്ന തരത്തിലുള്ള വിവരം നാട്ടിലുള്ള ബന്ധുക്കൾക്ക് കൈമാറിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിരീകരണങ്ങൾക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. കാരണം ഇന്നലെയും ഇന്നുമായി അവിടെ അവധിയായതിനാൽ എംബസി പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാളെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കൂ എന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ സന്ദീപ് ഉൾപ്പെട്ട 12 അംഗ റഷ്യൻ പട്ടാള പെട്രോളിംഗ് സംഘത്തിന് നേരെയായിരുന്നു ഇത്തരത്തിൽ ഷെല്ലാക്രമണം ഉണ്ടായത്. എന്നാൽ മറിച്ചൊരു വാർത്തയും വരുന്നുണ്ട്. ഷെല്ലാക്രമണമല്ല, ഡ്രോൺ ആക്രമണമായിരുന്നു എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. ഇതിന്റെ എല്ലാം നിജസ്ഥിതികൾ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ കൊല്ലപ്പെട്ടു എന്ന് ഉള്ള ഒരു വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തിനകം മൃതദേഹം നാട്ടിലെത്തിക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ബന്ധുക്കളും പ്രദേശത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ. എന്തായാലും സുരേഷ് ഗോപി ആണ് നിലവിൽ ഈ കല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തെ തൃശൂർ MP തന്നെയാണ്. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. സുരേഷ് ഗോപി വഴിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി വഴിയും നോർക്ക വഴിയും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ മുഖേന ഇന്ത്യൻ എംബസി വഴി റഷ്യയിലുള്ള ഇന്ത്യൻ എംബസിയുമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുന്നത് ഉൾപ്പെടെ അഥവാ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചാൽ മൃതദേഹം അവിടെ ആശുപത്രിയിൽ ഉണ്ടെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബന്ധുക്കൾക്ക്. അതുമായി ബന്ധപ്പെട്ട് മൃതദേഹം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതിയാണ് സന്ദീപ് ഇത്തരത്തിൽ റഷ്യയിലേക്ക് ജോലിക്കായി പോകുന്നത്. ക്യാൻറ്റീനിലുള്ള ഒരു ക്യാൻറ്റീൻ ജോലിയിലേക്കാണ് താൻ പോകുന്നതെന്നാണ് വീട്ടിൽ അറിയിച്ചിരുന്നത്. പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലാണ് ജോലി എന്നും ഉള്ള ഒരു അറിയിപ്പ് ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്നു. പിന്നീട് അവിടുത്തെ റഷ്യൻ പട്ടാളത്തിൽ ചേർന്നതായും ഒരു അഭ്യൂഹങ്ങൾ വീട്ടുകാർ ഉൾപ്പെടെ അറിഞ്ഞിരുന്നു. പക്ഷെ ഇതിലൊന്നും എന്താണ് സ്ഥിരീകരണം എന്നൊന്നും പിന്നീട് ഈ സന്ദീപിനെ ബന്ധുക്കൾക്ക് ഫോൺ മുഖേന
ഒന്നും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഈ റഷ്യയിലുള്ള മലയാളി സംഘടനകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിൽ സന്ദീപിന്റെ വിയോഗ വാർത്ത പ്രചരിച്ചതും ആ വാർത്ത നാട്ടിൽ ഇവിടെ കല്ലൂരിലുള്ള ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അറിയുന്നത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ റഷ്യയിലുള്ള മലയാളി അസോസിയേഷനുമായി ബന്ധുക്കൾ ബന്ധപ്പെടുന്നതും ഈ മരണ വാർത്ത ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നതുമൊക്കെ. എന്തായാലും സന്ദീപ് മരണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്ന് തന്നെയാണ്. അതിനുള്ള നീക്കങ്ങളാണ് ബന്ധുക്കൾ നോർക്ക വഴിയും അതുപോലെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി വഴിയും മുഖ്യമന്ത്രി വഴിയും എല്ലാം ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം നാളെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഫിജി. ശരി അനീഷ്, റഷ്യയിൽ യുക്രൈൻ ആക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപാണ് മരിച്ചത്. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ അറിവായിട്ടുള്ളത്.